നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന ഒരു ട്രെയിൻ, എക്സ്പ്രസ് ട്രെയിനാണ്. എന്നാൽ നമ്മുടെ പാസഞ്ചർ ട്രെയിനിൻ്റെ വില പോലും, ഒരു പട്ടിയുടെ വില പോലും കിട്ടാത്തൊരു ട്രെയിനുണ്ട് നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ, നാഗർകോവിൽ ജംഗ്ഷൻ കോട്ടയം എക്സ്പ്രസ്. ഒരുപാട് സ്ലാക്ക് ടൈം, അതായത് ഒരുപാട് എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു കോട്ടയം എക്സ്പ്രസ്. ആ ഒരു ഒച്ചഴയുന്ന പോലെയുള്ള ആ ഒരു കോട്ടയം എക്സ്പ്രസ്സിന് നമുക്കൊരു യാത്ര ചെയ്തിട്ട് വന്നാലോ? അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നാഗർകോവിൽ ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രീപെയ്ഡ് AC വെയിറ്റിംഗ് ലോഞ്ച്. 1 മണിക്കൂറിന് 30 രൂപ ഒരാൾക്ക്. അത്യാവശ്യം സ്ഥലമുള്ളൊരു ലോഞ്ചാണത്. എനിക്ക് ഇരിക്കണേലിരിക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഇരിക്കണില്ല. നമുക്ക് പുറത്ത് പോയിട്ടൊരു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് വരാം. ഇതാണ് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഞാൻ കുറച്ചാൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കന്യാകുമാരിയിലേക്ക് വേണ്ടിയിട്ട് ബസ് കയറിയിട്ട് പോയത്. വർക്കല കന്യാകുമാരി ട്രിപ്പ് അടിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ടിക്കറ്റ് കൗണ്ടർ ആ ഒരു ഭാഗത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ബിൽഡിങ്ങിലാന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ ഒരു ഇതൊക്കെ വരുന്നത്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ കുറേ പരസ്യം ഒട്ടിച്ചിട്ടുണ്ടോ, മൊബൈൽ ഫോണിൻ്റെയും സോഫയുടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ പുറത്ത് നിന്ന് കാണിച്ചില്ലേ, ആ ഒരു ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത് കേട്ടോ. ബുക്കിംഗ് ആൻഡ് പാസഞ്ചർ റിസർവേഷൻ ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് പോയിട്ട് കോട്ടയം എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മുടെ കോട്ടയം എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. സെക്കൻഡ് മെയിലോർ എക്സ്പ്രസ്, നാഗർകോവിൽ ജംഗ്ഷൻ ടു തിരുവനന്തപുരം നോർത്ത്. കൊച്ചുവേളി തന്നെ മതിയായിരുന്നു. ഇത് വായി കിട്ടാത്ത പേര് വിട്ടിട്ട് 45 രൂപയാണ് കേട്ടോ എക്സ്പ്രസ്സിൻ്റെ ഫെയർ ആയതിന്. 5ാമത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കും മിക്കവാറും കോട്ടയം എക്സ്പ്രസ് ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും അവിടെ നിന്നാണ് എടുക്കുന്നത്. ഇന്നലെയൊക്കെ നോക്കിയപ്പോൾ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിപ്പാർട്ടായി എന്നാണ് കാണിച്ചത്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. സമയം ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, 11:45 ആയതേ ഉള്ളൂ. 1 മണിക്കാണ് ഇവിടുന്ന് കോട്ടയം എക്സ്പ്രസ് ഡിപ്പാർച്ചർ ടൈം. ഒരു ട്രെയിൻ ഓടി വന്നിട്ട് ആ ട്രെയിൻ വാഷിങ്ങും ബാക്കി മെയിൻ്റനൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലത്തിനെയാണ് പിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അവിടെ കയറ്റിയിട്ടാണ് ഈ വണ്ടിയുടെ വാഷിങ്ങും മറ്റ് മെയിൻ്റനൻസ് പരിപാടികളൊക്കെ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ സതേൺ റെയിൽവേയുടെ കീഴിൽ ഒരേ സമയം തന്നെ 26 കോച്ചുകൾക്ക് മെയിൻ്റനൻസ് ചെയ്യാനുള്ള പിറ്റ് ലൈൻ, അതിലൊരെണ്ണം ഉള്ളത് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിലാണ്. നമ്മുടെ കേരളത്തിലുള്ള റെയിൽവേ സ്റ്റേഷനായ തിരുവനന്തപുരം സെൻട്രലും തിരുവനന്തപുരം നോർത്ത്, എറണാകുളം ജംഗ്ഷനിലൊക്കെ ഒരേ സമയം 26 കോച്ചുകൾ മെയിൻ്റനൻസ് ചെയ്യാനുള്ള പിറ്റ് ലൈനുകൾ ഉണ്ട് കേട്ടോ. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നല്ലേ, അതുകൊണ്ടാണ് ഈ ഒരു നാഗർകോവിൽ ജംഗ്ഷനെ കുറച്ച് പൊക്കി പറഞ്ഞത്. അല്ലാതെ നമ്മുടെ കേരളത്തിനെ താഴ്ത്തി കിട്ടിയതൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പാലക്കാടും ഒരേ സമയം 26 കോച്ചുകൾക്ക് മെയിൻ്റനൻസ് ചെയ്യാനുള്ള പിറ്റ് ലൈൻ നിർമ്മാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തോടു കൂടി അത് പൂർത്തിയായിട്ട് പിറ്റ് ലൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി പുതിയ ട്രെയിൻ സർവീസുകളൊക്കെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അരക്കോണത്തിൻ്റെ ഒരു WP4 കിടക്കുന്നുണ്ട്, 228/37 നമ്പർ. അതിന് കപ്പിൾ ചെയ്യാനായിട്ട് ഒരു റേക്ക് റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. ഏത് വണ്ടിയുടെ ആണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പതുക്കെ റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. ഈ കിടക്കുന്ന റേക്ക് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ റോഡിലേക്ക് വന്ന രാജറാണി ഇല്ലേ, അതിൻ്റെ റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയുടെ റേക്കാണ്. തിരുവനന്തപുരം നോർത്ത് നിന്ന് നാഗർകോവിലേക്ക് വരുന്ന പാസഞ്ചർ അത് ഇവിടെ എത്തിയിട്ട് അതിൻ്റെ റേക്ക് ഇവിടെ കിടക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് അടിച്ച് വന്നത് വേറെ വണ്ടിയൊന്നും അല്ല കേട്ടോ, നമുക്ക് വേണ്ട കോട്ടയം എക്സ്പ്രസിൻ്റെ റേക്കാണ്. എമ്പടം മന്നമ്മേ, ബോർഡ് നോക്കിയപ്പോഴാണ് മനസ്സിലായേ. ഇതുണ്ടോ, മൊത്തം റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. മൊത്തം കിളി പോകുന്ന റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. മൊത്തം പറഞ്ഞുതരാവേ ഞാൻ. ഇന്ന് 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നല്ല, 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ കോട്ടയം എക്സ്പ്രസ് ഡിപ്പാർച്ചർ ആവുന്നത് കേട്ടോ. ഇത് മറ്റേ ശ്രീറാമിൻ്റെ പരസ്യമുള്ള കോച്ചാണല്ലോ. ഒരു 2016 മെയ്ഡ് കോച്ചാണേ. D1 ചെയർക്കാറ, നോൺ AC ചെയർക്കാർ, സെക്കൻഡ് സിറ്റിങ്. കുറച്ച് കോച്ചുകൾക്കൊക്കെ പരസ്യമുണ്ട് കേട്ടോ. ഇത് ന്യൂ ഡേ ഇന്നേഴ്സ് ആൻഡ് കാഷ്വൽസിൻ്റെ പരസ്യം ഒട്ടിച്ചൊരു കോച്ചാണ്. ഇത് 2010 മെയ്ഡ് കോച്ചാണ്. രസമൊക്കെ ഉണ്ടല്ലേ, സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കാണാനാണ് രസം. അല്ലാതെ ആ ഓഞ്ഞ മഞ്ഞ കളർ കോച്ച്, നീല കളറ്, നല്ല നീല കളർ കോച്ചുകൾ ഉണ്ടായിരുന്നു. അതിനെ നശിപ്പിച്ച് ഇങ്ങനെ കിടത്തി കളഞ്ഞു മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട്. താമ്പരത്ത് നിന്ന് നാഗർകോവിലേക്ക് വന്ന അന്ത്യോദയയുടെ റേക്കാണ് അപ്പുറം കാണുന്നത് കേട്ടോ. ഇപ്പം എത്തിയതേ ഉള്ളൂ അതിവിടെ. നമ്മൾ അന്ത്യോദയക്ക് കയറുന്നുണ്ട്. നാഗർകോവിൽ താമ്പരമല്ല, നമ്മുടെ തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ അന്ത്യോദയക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അതായിരിക്കും അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്.
ഈ കോട്ടയം എക്സ്പ്രസ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം വരെ ഓടാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. അത് ഏകദേശം എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളും ആ ഒരു സമയം എടുത്തിട്ട് തന്നെയാണ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തുന്നത്. അതിൽ പിന്നെ ഒന്നും പറയാനൊന്നുമില്ല, കുറ്റം പറയാനൊന്നുമില്ല. എന്നാൽ വേറൊരു കാര്യം കൂടിയുണ്ട്. തിരുവനന്തപുരം തൊട്ട് കൊല്ലം വരെ ഈ വണ്ടി ഓടാനെടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 2 മണിക്കൂറും 45 മിനിറ്റുമാണ്. ബാക്കിയുള്ള ട്രെയിനുകൾ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ 1.25 മണിക്കൂർ കൊണ്ട് ഓടുന്ന ആ ഒരു സമയമാണ് ഈ വണ്ടി അതിൻ്റെ ഡബിൾ സമയം എടുക്കുന്നത്. തിരുവനന്തപുരം ടു കൊല്ലം 2.25 മണിക്കൂർ. എന്താ അല്ലേ ആ ഒരു അവസ്ഥ നോക്കിയാൽ നിങ്ങൾ. ഇതിൽ യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ ഒന്ന് വിചാരിച്ച് നോക്കിയാൽ ഇങ്ങനെ മെല്ലെ 2.25 മണിക്കൂർ തിരുവനന്തപുരം ടു കൊല്ലം. എന്താ അല്ലേ, കൊല്ലത്തെത്തുന്നവരേ ഉള്ളൂ ഇത്രയും സമയം എടുക്കുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്ക് കൊല്ലം ടു കോട്ടയം ഏകദേശം 95 കിലോമീറ്റർ 2 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് ഈ വണ്ടി കവർ ചെയ്യുന്നുണ്ട്. അത് പിന്നെ വലിയ കുറ്റം പറയാനില്ല, എന്നാലും ഇച്ചിരി കൂടുതലല്ലേ. അങ്ങനെ ഒരു വണ്ടിയാണിത്, വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് സ്ലാക്ക് ടൈം കൊടുത്തിട്ടുള്ളൊരു എക്സ്പ്രസ് ട്രെയിനാണ് കോട്ടയം എക്സ്പ്രസ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ലോക്ക് അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരക്കോണത്തിൻ്റെ WAP4 നമ്മൾ നേരത്തെ കണ്ടില്ലേ, 228-37 നമ്പർ. അവരപ്പോൾ അപ്ലൈ ചെയ്യട്ടെ, നമുക്ക് ഏതെങ്കിലും ഒരു കോച്ചിൽ പോയിട്ട് കയറാം. മുമ്പ് ഈ വണ്ടി പാസഞ്ചറായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. 56304 എന്ന നമ്പറിലായിരുന്നു സർവീസ് നടത്തിയത്. അതുപോലെ നമ്മൾ പോകുന്ന ഈ വണ്ടിക്ക് വേറെ കുറേ വണ്ടികളായിട്ട് റൈഡ് ഷെയറിംഗ് ഉണ്ട്. അതുപോലെ ഈ കോട്ടയം എക്സ്പ്രസിൻ്റെ മെയിൻ്റനൻസും മറ്റ് പരിപാടികളൊക്കെ നടക്കുന്നത് ഇവിടെ നാഗർകോവിൽ ജംഗ്ഷൻ വെച്ചിട്ടാണ്. അങ്ങനെ നാഗർകോവിൽ വെച്ചിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്ന നാഗർകോവിൽ ജംഗ്ഷൻ കോട്ടയം എക്സ്പ്രസ് ആയിട്ട് ഈ വണ്ടി കോട്ടയത്തോട്ട് പോകും. എന്നിട്ട് രാത്രിക്ക് കോട്ടയത്തെത്തുന്ന ഈ വണ്ടിയുടെ സെയിം റേക്ക് വെച്ചിട്ട് തന്നെ അടുത്ത ദിവസം രാവിലെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആയിട്ട് ഈ വണ്ടി പോകും. എന്നിട്ട് നിലമ്പൂർ എത്തിയിട്ട് തിരിച്ച് നേരെ കോട്ടയത്തേക്ക് തന്നെ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ആയിട്ട് വരും. അങ്ങനെ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ആയിട്ട് കോട്ടയത്തുനിന്ന് ഈ വണ്ടിയുടെ ആ സെയിം റേക്ക് തന്നെ കോട്ടയത്തുനിന്ന് കൊല്ലം പാസഞ്ചറായിട്ട് പോകും. എന്നിട്ട് കൊല്ലത്തുനിന്ന് കോട്ടയത്തേക്ക് വരില്ല, അത് സിംഗിൾ സൈഡ് മാത്രമേ ഉള്ളൂ, കോട്ടയം കൊല്ലം പാസഞ്ചർ. എന്നിട്ട് കൊല്ലത്തെത്തിയിട്ട് പിന്നെ ഈ വണ്ടി പോകുന്നത് കൊല്ലം ആലപ്പുഴ പാസഞ്ചറായിട്ടാണ്. എന്നിട്ട് ആലപ്പുഴ എത്തിയിട്ട് നേരെ തിരിച്ച് കൊല്ലത്തേക്ക് തന്നെ ആലപ്പുഴ കൊല്ലം പാസഞ്ചറായിട്ട് വരും. എന്നിട്ട് കൊല്ലത്ത് തന്നെ ലാസ്റ്റ് എത്തിയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അവിടെ നിൽക്കട്ടെ. എന്നിട്ട് കൊല്ലത്ത് നിന്ന് പിന്നെ വരുന്നത് കൊല്ലം തിരുവനന്തപുരം സെൻട്രൽ പാസഞ്ചറായിട്ടാണ്. തിരുവനന്തപുരത്ത് എത്തിയിട്ട് അവിടുന്ന് തിരുവനന്തപുരം സെൻട്രൽ നാഗർകോവിൽ ജംഗ്ഷൻ പാസഞ്ചറായിട്ട് തിരിച്ച് നാഗർകോവിലേക്ക് തന്നെ വരും. എന്നിട്ട് ആ വണ്ടിയുടെ ആ റേക്കിൻ്റെ മെയിൻ്റനൻസ് പരിപാടികളൊക്കെ നടത്തും. അങ്ങനെയാണ് ഈ വണ്ടിയുടെ സൈക്കിള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നാഗർകോവിൽ നിന്ന് തുടങ്ങി നാഗർകോവിൽ കോട്ടയം, കോട്ടയം നിലമ്പൂർ, നിലമ്പൂർ കോട്ടയം, കോട്ടയം കൊല്ലം, കൊല്ലം ആലപ്പുഴ, ആലപ്പുഴ കൊല്ലം, കൊല്ലം തിരുവനന്തപുരം, തിരുവനന്തപുരം നാഗർകോവിൽ. അമ്മേ, ഇങ്ങനെയാണ് ഈ വണ്ടിയുടെ റൈഡ് ഷെയറിങ്. ഇവിടെ ട്രാക്ക് വൃത്തിയാക്കാനായിട്ട് അവർ പെണ്ണുങ്ങൾ ഇതിലൂടെ വരുന്നുണ്ടായിരുന്നു. അവരെന്നെ പറയുന്നത് കേട്ടിട്ട് അവർ വെള്ളം കുടിച്ചിട്ട് പറയുന്നതാണോന്ന്. അയ്യോ, ഈ റൈഡ് ഷെയറിംഗ് ഒക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് ആർക്കായാലും പ്രാന്താന്ന് തോന്നിപ്പോവല്ലേ. അത് അവരുടെ കുറ്റമല്ല, എൻ്റെ കുറ്റം തന്നെയാണ്. സമയം 12:30 ഉള്ളൂ. 1 മണിക്കാണ് ഇവിടുന്ന് ഡിപ്പാർച്ചർ ടൈം നമ്മുടെ കോട്ടയം എക്സ്പ്രസിൻ്റെ. ഈ നമ്മൾ പോകുന്ന വണ്ടിയുടെ നമ്പർ 16366 എന്നാണ്. ട്രിവാൻഡ്രം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ് ഈ കോട്ടയം എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇത് ഡെയിലി നാഗർകോവിൽ ജംഗ്ഷൻ ഉച്ചയ്ക്ക് 1 മണിക്ക് എടുത്തിട്ട് കോട്ടയത്ത് രാത്രി 7:35 ആവുന്ന സമയത്തെത്തും. ഏകദേശം 231 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 6 മണിക്കൂറും 35 മിനിറ്റുമാണ് ഈ വണ്ടി എടുക്കുന്നത് കേട്ടോ. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ളത്. ഒരുപാട് സമയം അധികം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 6 മണിക്കൂർ 35 മിനിറ്റൊക്കെ ഈ വണ്ടി ഇവിടുന്ന് കോട്ടയം വരെ ഓടാനായിട്ട് എടുക്കുന്നത്. ഞാൻ കയറിയിട്ടുള്ള ഈ കോച്ചിലാണെങ്കിൽ വേറെ ആരുമില്ല. എഞ്ചിൻ്റെ അവിടെ നിന്ന് 2ാമത്തെ കോച്ചിലാണ് ഞാൻ കയറിയത്. അങ്ങ് അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്നുണ്ട്, പിന്നെ ഞാനും. നമ്മൾ 3 പേരേ ഉള്ളൂ ഈ ഒരു കോച്ചിൽ കേട്ടോ. ഒരു 2007 മാനുഫാക്ചേർഡ് കോച്ചാണ്. ഞാൻ ഈ സൈഡിലിരിക്കുന്നുണ്ട്. ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ചാർജിങ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു വലിയ ഗുണം. ഒന്നും കാണുന്നില്ല അല്ലേ, ചെറുതായിട്ട് കണ്ടോ? ഞാൻ ആ ഷട്ടർ താഴ്ത്തിയിട്ടുള്ള അത് കണ്ടില്ലേ? ഇപ്പം കണ്ടു. അങ്ങനെ കറക്റ്റ് 1 മണിക്ക് തന്നെ നാഗർകോവിൽ ജംഗ്ഷനിൽ നമ്മുടെ കോട്ടയം എക്സ്പ്രസ് ഡിപ്പാർട്ടായിരിക്കുകയാണേ. അങ്ങ് ദൂരെ കണ്ടോ മലനിരകൾ? എന്ത് രസമല്ലേ. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടി പറ്റും. അരക്കോണത്തിൻ്റെ ഒരു WAP4 അത് അവിടെ കിടക്കുന്നത്. അങ്ങ് അവിടെ കാണുന്ന അതിലൂടെയാണ് നാഗർകോവിൽ ജംഗ്ഷൻ്റെ പിറ്റ് ലൈൻ വരുന്നത് കേട്ടോ. ആ കാണുന്നതൊക്കെ പിറ്റ് ലൈനാണ്.
നാഗർകോവിൽ ടൗണിലേക്ക് കയറാനുള്ള ഏതോ വണ്ടി അതിലൂടെ പോകുന്നുണ്ടല്ലോ. നോക്കട്ടെ ഏത് വണ്ടിയാണെന്ന്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അതിലൂടെ ഏതേ പോകുന്ന വണ്ടി. നാഗർകോവിൽ ജംഗ്ഷൻ ബൈപ്പാസ് അടിച്ചിട്ട് പോവുക. ഈ കാണുന്ന ഈ ലൈൻ കണ്ടോ? ഇത് നാഗർകോവിൽ ജംഗ്ഷന്ന് അരൾവായ്മൊഴി തിരുനെൽവേലി ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ലൈനാണ് കേട്ടോ. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പം മറ്റേ ലൈനിലോട്ട് കൂടിച്ചേരും. അതായത് നാഗർകോവിൽ ടൗണിൽ നിന്ന് ബൈപ്പാസ് അടിച്ചു പോകുന്ന ലൈനിലായിട്ട് കൂടിച്ചേരും. ട്രിച്ചി തിരുവനന്തപുരം സെൻട്രൽ ഇൻ്റർസിറ്റിയാണ് പോകുന്നത് കേട്ടോ. നാഗർകോവിൽ ടൗണിന് അതിന് സ്റ്റോപ്പുണ്ട്. ആരെ ആദ്യം കയറ്റി വിടും എന്നുള്ള കാര്യം എനിക്കറിയില്ല. മിക്കവാറും നമ്മളിവിടെ പിടിച്ചിടും. ഈ വണ്ടി തേപ്പ് കിട്ടുന്ന വണ്ടിയാണ്, നമ്മുടെ കോട്ടയം എക്സ്പ്രസ്. അങ്ങനെ തിരുവനന്തപുരം ഇൻ്റർസിറ്റിയെ നമ്മൾ ഓവർടേക്ക് അടിച്ചു ഗൈസ്. അടിപൊളി. കോട്ടയം എക്സ്പ്രസ് ഓവർടേക്ക് അടിച്ചു. ആ വണ്ടിക്ക് നാഗർകോവിൽ ടൗണിൽ സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് നാഗർകോവിൽ ടൗണിൽ സ്റ്റോപ്പില്ല. ഇനി നമുക്ക് സ്റ്റോപ്പുള്ളത് ഇരണിയലിലാണ്. ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി നമ്മളെ കോട്ടയം എക്സ്പ്രസ്സിനെ എന്തായാലും ഇനി ഓവർടേക്ക് അടിക്കില്ല കേട്ടോ. നമ്മുടെ കോട്ടയം എക്സ്പ്രസ് ട്രിവാൻഡ്രം കയറേണ്ട ടൈം 2:30 ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി കയറേണ്ടത് 3:20 അതുകൊണ്ട് എന്തായാലും നമ്മൾ ഓവർടേക്ക് അടിക്കില്ല. ഈ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഈ ഒരു സ്ട്രെച്ച് എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും മതിയാവാത്തൊരു സ്ട്രെച്ചാണ് കേട്ടോ. അതിന് കാരണം ഈ ഒരു വെസ്റ്റേൺ ഗാട്ട്സ് ഒക്കെ തന്നെയാണ്. നല്ല കൂറ്റൻ മലനിരകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് രസമല്ലേ. നമ്മളെ വെസ്റ്റേൺ ഗാട്ട്സും ഈസ്റ്റേൺ ഗാട്ട്സൊക്കെ തുടങ്ങുന്ന ഏരിയ ആണ് കേട്ടോ ഈ ഒരു നാഗർകോവിൽ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. എന്ത് രസമാണ് നോക്ക്. എൻ്റെ പൊന്നെ. നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ നമ്മൾ പതുക്കെ സ്കിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണേ. രണ്ടരക്കാണ് നമ്മുടെ കോട്ടയം എക്സ്പ്രസ് ട്രിവാൻഡ്രം സെൻട്രലിൽ കയറേണ്ടത്. ഓൺ ടൈമിന് പോകുന്നതാണെങ്കിൽ കറക്റ്റ് 2:30 തന്നെ എത്തും. ഇന്ന് നമ്മുടെ ജനശതാബ്ദി, കണ്ണൂർ ജനശതാബ്ദി ഓടുന്ന ദിവസമാണ്. ഞാനൊരു വ്യാഴാഴ്ച ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ണൂർ ജനശതാബ്ദി തിരുവനന്തപുരത്ത് നിന്ന് 2:50 എടുക്കുന്ന വണ്ടിയാണ്. ജനശതാബ്ദി എന്തായാലും ലേറ്റ് ആവില്ല. വണ്ടി ഡിപ്പാർച്ചർ ടൈം എന്തായാലും ലേറ്റ് ആവില്ല. ഒന്നെങ്കിൽ നമ്മളെ തിരുവനന്തപുരം സെൻട്രലിൽ പിടിച്ചിട്ടിട്ട് ജനശതാബ്ദി പോയിട്ട് അതിൻ്റെ പുറകെ വിടും. അല്ലെങ്കിൽ നമ്മളെ ആദ്യം വിട്ടിട്ട് ഒന്നെങ്കിൽ പേട്ടയിൽ പിടിച്ചിടും, അല്ലെങ്കിൽ തിരുവനന്തപുരം നോർത്തിൽ നമ്മളെ പിടിച്ചിട്ടിട്ട് ജനശതാബ്ദി കയറിപ്പോവും. അങ്ങനെ എന്തേലും ഒന്ന് നടക്കും. എന്തായാലും ഓവർടേക്ക് അടിക്കും. ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ജനശതാബ്ദി ആദ്യം പോവും, പിന്നെ നമ്മൾ ഓവർടേക്ക് അടിക്കും. എങ്ങനെയാണെന്ന് അറിയില്ല.
ഡബിളിങ്ങിൻ്റെ പണി നടക്കുന്ന ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ മന്ദം മന്ദം ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പണികളൊക്കെ. കോട്ടയം എക്സ്പ്രസിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ഇരണിയയിൽ കയറുകയാണേ. സമയം ഇപ്പോൾ 1:28. ജനശതാബ്ദി മാത്രമല്ല കേട്ടോ, 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുക്കുന്ന ഒരു വണ്ടിയുണ്ട്, ചെന്നൈ സെൻട്രൽ മെയിൽ. അതുപോലെ ട്രിവാൻഡ്രത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത്. ഈ 2 വണ്ടികൾ കൂടി ഉണ്ട്. എന്തായാലും വണ്ടിയെ തേച്ചൊട്ടിക്കും കോട്ടയം എക്സ്പ്രസ്സിനെ. കാരണം കൊല്ലം ജംഗ്ഷനിൽ ആദ്യം കയറേണ്ട വണ്ടികളാണ് ഞാൻ പറഞ്ഞതൊക്കെ, ജനശതാബ്ദി, ചെന്നൈ സെൻട്രൽ മെയിൽ, വന്ദേ ഭാരതൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോട്ടയം എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷനിൽ കയറുന്ന ടൈം. 5:10 കോട്ടയം എക്സ്പ്രസ് കൊല്ലത്ത് കയറേണ്ടത്. അതിനു മുമ്പ് കയറേണ്ട വണ്ടികളൊക്കെ ഇതിനെ അങ്ങ് തേച്ചൊട്ടിച്ചിട്ട് അങ്ങ് പോവും. അതും കൂടാതെ ഇന്ന് തിരുവനന്തപുരം നോർത്ത് നിന്ന് ബാബു നഗറിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഉണ്ട്. അതും ഇന്ന് സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ആ വണ്ടിയും കോട്ടയം എക്സ്പ്രസ് കയറുന്നതിന് മുമ്പ് കൊല്ലം കയറേണ്ട വണ്ടിയാണ്. അപ്പം ആ വണ്ടിയും ഇതിനെ തേക്കും. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു തേപ്പ് വണ്ടിയാണ് ഈ കോട്ടയം എക്സ്പ്രസ് എന്ന് പറയുന്നത്. തേപ്പ് എന്നൊക്കെ പറഞ്ഞ ഇതാണല്ലേ, നല്ല കട്ട തേപ്പാണ്. തേപ്പ് കിട്ടാൻ കോട്ടയം എക്സ്പ്രസിൻ്റെ ജീവിതം ഇനിയും ബാക്കി ഗൈസ്, ഇനിയും ബാക്കി. ഇരണിയൽ സ്റ്റേഷൻ അങ്ങനെ വലിയ ആൾക്കാർ കയറാനൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും എൻ്റെ കോച്ചിലാകെ 3-4 ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഈ വണ്ടി കൊല്ലം ജംഗ്ഷനിൽ കയറേണ്ട ടൈം 5:10 അല്ല, 5:20 കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക്, ഐ എം ദ സോറി. ഇരണിയിൽ വെച്ച് നമുക്ക് ക്രോസിംഗ് ഉണ്ട് ഐലൻഡ് എക്സ്പ്രസ്സായിട്ട്, KSR ബംഗളൂരു കന്യാകുമാരി. അത് 3 കിലോമീറ്റർ കൂടി ഉണ്ട് ഇരണിയിലെത്താൻ. ഇനി അത് വന്നിട്ട് അമ്മയെ നമ്മളെ വിടുള്ളൂ. ഐലൻഡ് എക്സ്പ്രസ് അങ്ങനെ ഇരണിയലിലെത്തി. നമുക്കിപ്പോൾ സിഗ്നൽ കിട്ടുമായിരിക്കും. ഈ വണ്ടിയുടെ ഈ വിൻഡോയുടെ സൈഡിനൊക്കെ മുല്ലപ്പൂവും മറ്റേ ചെണ്ടുമല്ലികപ്പൂവൊക്കെ ഇങ്ങനെ മാല കെട്ടി തൂക്കിയിട്ടുണ്ട്. സ്വാമിമാർ കെട്ടിയതായിരിക്കാനാണ് ചാൻസ്. കോട്ടയം ചെങ്ങന്നൂരൊക്കെ ഇറങ്ങുന്ന സ്വാമിമാർ അവർ കൊണ്ടുവന്ന മാലയായിരിക്കണം. കുറേ കെട്ടി തൂക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ കിട്ടി, ചെറുതായിട്ട് എടുക്കാൻ തുടങ്ങി. യെസ്, എടുത്തു. ഐലൻഡ് എക്സ്പ്രസ് ഇന്ന് 1/2 മണിക്കൂർ ലേറ്റാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കന്യാകുമാരി എത്തുമ്പോൾ ഇത് ഓൺ ടൈം ആവും. ബഫർ ടൈം ഉണ്ട്. കുഴിത്തുറൈ എത്തി. കുഴിത്തുറൈ സമയം 1:54 കേട്ടോ. ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കയറാനുണ്ട്. ഒന്ന് 56 വണ്ടി ഇവിടുന്ന് ഡിപ്പാർട്ടായി. കുറച്ച് ആൾക്കാരൊക്കെ കയറി കേട്ടോ. എന്നാലും ഫുള്ളൊന്നും ആയിട്ടില്ല, കുറച്ച് ആൾക്കാരെ കയറിയുള്ളൂ. ഇനിയും സീറ്റ് ഉണ്ട് ഇഷ്ടം പോലെ. പാറശാല ഔട്ടറിൽ കൊണ്ടുവന്ന് നമ്മളെ പിടിച്ചു കേട്ടോ. അവിടെ നിന്നും നമുക്ക് ക്രോസിംഗ് ഉണ്ടാവും പാറശാല വെച്ചിട്ട്. കൊല്ലത്തുനിന്ന് കന്യാകുമാരിയിലേക്ക് വന്ന മെയിമു 663 നമ്പർ. ഇനി മെല്ലെ എടുക്കും. അതും ഇവിടെ പാറശാല എത്തുന്നേ ഉള്ളൂ. ഇപ്പം ഏകദേശം 15 മിനിറ്റ് ലേറ്റ് ഉണ്ട് നമ്മുടെ വണ്ടി. ഇനിയും ലേറ്റ് ആവുകയാണെങ്കിൽ ട്രിവാൻഡ്രം സെൻട്രലിൽ കയറാൻ ലേറ്റ് ആവും. എന്നാൽ ജനശതാബ്ദി ആദ്യം എടുത്തിട്ടങ്ങ് പോകും. പിന്നെ ഓവർടേക്ക് എന്തായാലും ഉണ്ടാവില്ല. ആദ്യം എടുത്തിട്ട് പോയാൽ പിന്നെ ഓവർടേക്ക് ഇല്ലല്ലോ. പിന്നെ ചെന്നൈ സെൻട്രൽ മെയിലും വന്ദേ ഭാരതിൻ്റെ ഓവർടേക്ക് ആയിരിക്കും ഇതിനുണ്ടാവുക. നോക്കാം.
പിടിച്ചിടുന്ന സമയം കൂടിയാൽ അങ്ങനെ സംഭവിക്കും. ഇല്ലെങ്കിൽ ഇപ്പം ഈ ഒരു നിലയിൽ നേരെ പോവുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഓൺ ടൈമിൽ കയറാൻ പറ്റും. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇവിടെ ഔട്ടറിൽ പിടിച്ചിട്ടിട്ട് ഇപ്പം വണ്ടി എടുത്തു. രണ്ടേ 12 ആയപ്പോൾ നമ്മൾ പാറശാല എത്തി. പാറശാല സ്റ്റേഷനിൽ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, ദയവായിട്ട് യാത്രക്കാർ പാളം മുറിച്ച് കടക്കരുത് എന്ന്, FOB ഉപയോഗിക്കുക എന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തേക്കുള്ളവർക്കുള്ള ഒരു ടെൻഡൻസിയാണ്, ഇപ്പോൾ ക്രോസിംഗ് ഒക്കെ ഉള്ള സ്റ്റേഷനാണെങ്കിൽ അവർ വന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ ട്രെയിനിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ടാണ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ്. വണ്ടി പെട്ടെന്ന് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നേരെ പാളത്തിൻ്റെ അടിയിലേക്കാണ് വീഴുക. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കണം കേട്ടോ. പാറശാല എത്തിയിട്ട് നിർത്തി. അത് കഴിഞ്ഞ് 4-5 മിനിറ്റ് കഴിഞ്ഞ പിന്നെ നമുക്ക് സിഗ്നൽ കിട്ടി കേട്ടോ. എന്നിട്ട് ഇപ്പം വണ്ടി എടുത്തു. ഇപ്പം സമയം 2:20 ഇനി എന്തായാലും 2:30 തിരുവനന്തപുരം സെൻട്രലിൽ കയറൂല. ഇനി നെയ്യാറ്റിൻകരയും സ്റ്റോപ്പുണ്ട് നമുക്ക്. അവിടെ വെച്ചൊരു ക്രോസിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഉണ്ടാവും. നമ്മളെ ധനുവച്ചപുരം പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ. ഇനി നെയ്യാറ്റിൻകര നമുക്ക് സ്റ്റോപ്പുള്ളത്. അവിടെ പിടിച്ചിട്ട് കൊണ്ട് കുറച്ച് ആൾക്കാർ ഇതിൽ നിന്ന് ഇറങ്ങുന്നതും കണ്ടു. പിടിച്ചിടുമ്പോൾ ഇറങ്ങാൻ വരെ ആൾക്കാരുണ്ട്. എന്താ അല്ലേ. ഇവിടെ ധനുവച്ചപുരം എന്തോ മറ്റേ ഷെൽട്ടറിൻ്റെ പണിയാന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ പണിയൊന്നും ആയിട്ടൊന്നുമില്ല. അത് ഇവിടെ ആയിട്ടുമുണ്ട്. ഷെൽട്ടർ തന്നെ തോന്നുന്നു, ഇരിക്കാനൊക്കെ ആയിട്ടുള്ളത്. നമ്മുടെ വണ്ടി വീണ്ടും പിടിച്ചു. ധനുവച്ചപുരം കഴിഞ്ഞ ആടെ പിന്നെയും പിടിച്ചു. ഇപ്പം തന്നെ സമയം 2:32. ട്രിവാൻഡ്രം കയറേണ്ട സമയം അതിക്രമിച്ചു ഗൈസ്. ഇനി എന്തായാലും ഓൺ ടൈം എത്തൂല. ഇനി ജനശതാബ്ദിയൊക്കെ പോയി മെല്ലെ കയറും തിരുവനന്തപുരം. അതാണ് നടക്കാൻ പോകുന്നത്. 2:32 ഇവിടെ പിടിച്ചിട്ടാണ്. ഇപ്പം 2:44 ആയപ്പോൾ ഇവിടെ നിന്ന് എടുത്തു. എന്താ അല്ലേ, ഒരു എക്സ്പ്രസ് ട്രെയിനാണ്. പാസഞ്ചറിൻ്റെ വില പോലും ഈ വണ്ടിക്കില്ല കേട്ടോ. സത്യം പറയാമല്ലോ, വെറും പട്ടി വിലയുള്ള ഇന്ത്യൻ ട്രെയിൻ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളങ്ങനെ 48 മിനിറ്റ് ഡിലേ അടിച്ചിട്ട് നെയ്യാറ്റിൻകര എത്തിയിട്ട് ഡിപ്പാർട്ടായി. അപ്പുറത്ത് ക്രോസിങ്ങിന് വണ്ടിയുണ്ട് കേട്ടോ. തിരുവനന്തപുരം നോർത്തുനിന്ന് ഇവിടെ നാഗർകോവിലേക്ക് വന്ന വണ്ടി. നെയ്യാറ്റിൻകര ഇവിടെയും പ്ലാറ്റ്ഫോമിൻ്റെ പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ എഴഞ്ഞെഴഞ്ഞ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് കയറാൻ പോവുകയാണേ. ജനശതാബ്ദി പോയി, പിന്നെ ചെന്നൈ സെൻട്രൽ മെയിലും പോയി. ട്രിവാൻഡ്രത്ത് നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ കയറാറുണ്ട് കേട്ടോ. വണ്ടി ഏകദേശം ഫുള്ളാവും. എല്ലാ കോച്ചിലും കയറാനും ആൾക്കാരുണ്ട്. ഇനിയൊരു 2 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ 2:30 ട്രിവാൻഡ്രം കയറേണ്ട നമ്മൾ 3:12 ആയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി കേട്ടോ. ജനശതാബ്ദി പോയി, ചെന്നൈ സെൻട്രൽ മെയിൽ പോയി, പിന്നെ മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് ഇങ്ങോട്ടേക്ക് വന്നു. അത് ഇവിടെ എത്തി. അതിനൊക്കെ ശേഷമാണ് നമ്മളെ ഇങ്ങോട്ട് കയറ്റുന്നത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളെ കയറ്റിയത് കേട്ടോ. ആ കാണുന്ന വന്ദേ ഭാരതാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയത് കേട്ടോ, മംഗലാപുരത്ത് നിന്ന്. ഇനി ഇത് 4:05 ആവുന്ന സമയത്ത് നേരെ മംഗലാപുരത്തേക്ക് തിരിച്ചു. എന്നിട്ട് ഈ വന്ദേ ഭാരതം നമ്മൾ ഈ കോട്ടയം എക്സ്പ്രസ്സിനെ ഓവർടേക്ക് അടിക്കും. കാരണം കൊല്ലം ആദ്യം കയറേണ്ടത് വന്ദേ ഭാരതാണ് കോട്ടയം എക്സ്പ്രസ്സിനെക്കാളും. 3:16 ആയപ്പോൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ നിന്ന് നമ്മളെ വണ്ടി ഡിപ്പാർട്ടായേ. കോച്ചൊക്കെ അത്യാവശ്യം ഫുള്ളായി. സ്റ്റാൻഡിങ് ഒന്നുമില്ല, 1-2 ആൾ നിൽക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും സിറ്റിങ്ങേ ഉള്ളൂ.
അടുത്ത സ്റ്റേഷനായ തിരുവനന്തപുരം പേട്ടയിലെത്തിയിട്ടുണ്ടേ. ഇനി അടുത്ത സ്റ്റോപ്പ് തിരുവനന്തപുരം നോർത്താ, നമ്മുടെ പഴയ കൊച്ചുവേളി. സമയം ഇപ്പം 3:22 കേട്ടോ. നമ്മളങ്ങനെ തിരുവനന്തപുരം നോർത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങട്ടെ. ഇൻഡോർ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്കാണ് അപ്പുറം കിടക്കുന്നത് കേട്ടോ. അങ്ങനെ കോട്ടയം എക്സ്പ്രസ്സിന് വന്നിട്ട് ഇവിടെ തിരുവനന്തപുരം നോർത്തിൽ ഞാൻ ഇറങ്ങിയിരിക്കുകയാണേ. സമയം ഇപ്പം 3:29. ആൾക്കാർ ഏത് കോച്ചിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. വണ്ടി ഇപ്പോൾ ഇവിടുന്ന് എടുക്കും. എല്ലാ കോച്ചിലും തിരക്കുണ്ട് കേട്ടോ. വൈകുന്നേരം സമയത്തുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ 3:31 ആയപ്പോൾ കോട്ടയം എക്സ്പ്രസ് TVCN ട്രിവാൻഡ്രം നോർത്ത് നിന്ന് ഡിപ്പാർട്ടായിരിക്കുകയാണ്. രണ്ട് ലേഡീസ് ഓൺലി കോച്ച് ഉണ്ട് കേട്ടോ. ഈ കോട്ടയം എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞാൽ പിന്നെ കോട്ടയം എത്തുന്നവരെ നിർത്താത്ത സ്റ്റോപ്പുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ വെറും 4 എണ്ണം മാത്രമാണ്. വേളി, പിന്നെ പെരുങ്കുഴി, അകത്തുമുറി, ചിങ്ങവനം, ഈ 4 സ്റ്റേഷനിൽ മാത്രമേ നിർത്താത്തുള്ളൂ. ബാക്കിയുള്ള സകലമാന സ്ഥലത്ത് നിർത്തിയിട്ട് പോകുന്ന വണ്ടിയാണ് കോട്ടയം എക്സ്പ്രസ്. ഇവിടുന്ന് തന്നെ രാത്രിക്ക് എടുക്കുന്ന മംഗലാപുരം ജംഗ്ഷൻ അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റിന് കയറിയിട്ട് ഞാൻ മംഗലാപുരം ജംഗ്ഷനിലേക്ക് പോവാണ്. അതിനൊരു എൻഡ് ടു എൻഡ് ജേണിയാണ് അടിക്കുന്നത്. രാത്രി 9:20 തോന്നുന്നു ഇവിടുന്ന് തിരുവനന്തപുരം നോർത്ത് നിന്ന് അന്ത്യോദയ എടുക്കുന്നത്. എൻഡ് ടു എൻഡ്, അതായത് മംഗലാപുരത്തേക്ക് എത്തിയിട്ട് പോകുന്നത് വെച്ചാൽ അതൊരു ഓവർനൈറ്റ് വണ്ടിയാണ്. രാത്രി സമയത്ത് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ കുറച്ചെങ്കിലും വീഡിയോ ഉണ്ടാവണ്ടേന്ന് വിചാരിച്ചിട്ട് രാവിലെ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മംഗലാപുരം വരെ പോകുന്നത്. എന്താ അല്ലേ, ഓരോരോ വട്ടുകൾ, അല്ലാതെ എന്ത് പറയാനാ. അപ്പം ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ അടുത്ത് കാണുന്നുണ്ടാവുക. അപ്പോൾ കോട്ടയം എക്സ്പ്രസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അന്ത്യോദയയുടെ ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.